Pointing finger for child. സാമൂഹ്യനീതി കർമ്മസമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറേറ്റിന് മുൻവശത്ത് ധർണാ സമരം നടത്തി. സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ കിടക്കുന്ന അടിസ്ഥാന വർഗങ്ങളുടെ സംരക്ഷണത്തിന് സർക്കാർ യാതൊരുവിധ ഉത്തരവാദിത്വവും കാണിക്കുന്നില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PV മുരളീധരൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി കോഴിക്കോട് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് CP കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് TN ഗോപാലൻ അധ്യക്ഷനായി. SNDP കോഴിക്കോട് യൂണിയൻ സെക്രട്ടറി സുധീഷ് കശോപുരി, മാറാട് അരയ സമാജം പ്രസിഡന്റ് P കരുണാകരൻ, പത്മശാലീയ ക്ഷേമസമിതി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് EV ഉണ്ണികൃഷ്ണൻ, പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷാധികാരി സതീഷ് പാർണൂർ, കരിമ്പാല സമുദായ ക്ഷേമസഭാ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KT ഗോപാലൻ, പണിക്കർ സർവീസ് സൊസൈറ്റി സംസ്ഥാന ഉപാധ്യക്ഷൻ ചെലവൂർ ഹരിദാസ് പണിക്കർ, വിശ്വകർമ്മ സഭ സംസ്ഥാന അധ്യക്ഷ PK ഗിരിജ എന്നിവർ ആശംസ പറഞ്ഞു. സാമൂഹ്യനീതി കർമ്മസമിതി ജില്ലാ കൺവീനർ K മണികണ്ഠൻ നന്ദി പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ MC ഷാജി, സുനിൽകുമാർ പുത്തൂർമഠം, ജില്ലാ ട്രഷറർ M പ്രമാനന്ദൻ, സഹ ട്രഷറർ ദീപു മലാപ്പറമ്പ്, ജില്ലാ സഹസംഘടനാ സെക്രട്ടറിമാരായ സതീഷ് മലപ്പുറം, സത്യൻ വള്ളിക്കാട്, ജില്ലാ സെക്രട്ടറിമാരായ സുബീഷ് ഇല്ലത്ത്, ഭാസ്കരൻ C തുടങ്ങിയവർ നേതൃത്വം നൽകി. ധർമ്മസമരത്തിനോട് അനുബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. ഭാരതത്തിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും നടക്കാറുണ്ട്. ഇല്ല എന്നൊന്നും പറയാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷെ കേരളത്തിൽ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ആട്രോസിറ്റി പ്രകാരം കേസെടുത്താൽ ആ കേസെടുത്തവർ കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടത് 8% വരെയാണ്. കേരളത്തിലെ ശിക്ഷിക്കപ്പെട്ടത് മറ്റെല്ലാം വെറുതെ വിട്ടിട്ടുണ്ട്. ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം കേരളത്തിൽ 8% മാറുന്നു. എന്തുകൊണ്ടാണ് 8% മാറുന്നത്? പാവപ്പെട്ടവന്റെ നേരെ നടക്കുന്ന അതിക്രമങ്ങളെ അതിവിധിയാമണ്ണം മകസർ തയ്യാറാക്കി കോടതിയിൽ കൊടുക്കാൻ സാധിക്കാത്ത ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ആട്രോസിറ്റിക്ക് പോലും കേസ് നിലനിൽക്കാതെ പോകുന്നത്. നമ്മുടെ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന ഇന്ന് ഈ കേരളത്തിൽ പാവപ്പെട്ട OBC വിഭാഗത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആനുകൂല്യം തട്ടിയെടുക്കുന്നു, സംഘടിത പൊതുവിഭാഗം തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു. OEC വിഭാഗത്തിന് കൊടുക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യം കേരളത്തിൽ കൊടുത്തിട്ട് എത്ര കാലമായി? ഏതാണ്ട് 4 വർഷക്കാലത്തിലേക്ക് ഇത്തരത്തിലൊരു ധർണകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ ധർണാ സമരം ഒരു ദിവസത്തെ ധർണാ സമരമായിട്ട് ഇവിടെ അവസാനിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഈ ധർണാ സമരം ആരംഭിച്ചത് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടനയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇതിന്റെ സംഘടനാത്മകമായി ചിന്തിച്ചെടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ സമരം നടത്തുന്നതെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നു, അടിവരയിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ പാവപ്പെട്ട ഹിന്ദു ജനതയെ അവന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ചെവിക്ക് പിടിച്ച് വാങ്ങിക്കൊടുക്കുവാൻ ശക്തിയുള്ള പ്രസ്ഥാനമാണ് ഹിന്ദു ഐക്യവേദി. ആ ഹിന്ദു ഐക്യവേദിയാണ് കേരളത്തിന്റെ കളക്ടറേറ്റുകൾക്ക് മുന്നിൽ ഈ സമരം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടൊട്ടും ഞങ്ങൾ പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് യഥാസമയം കിട്ടുവാനുള്ള പ്രവർത്തനവുമായി ഹിന്ദു ഐക്യവേദി മുന്നോട്ട് പോകും. യാതൊരു സംശയം വേണ്ട. ഇത് സംഘടന തീരുമാനിച്ചതാണ്, ഞങ്ങൾ തീരുമാനിച്ചതാണ്. ഞങ്ങൾ അതിനുള്ള പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. അതിന്റെ ഒരു സൂചന മാത്രമാണ് ഇന്ന് കളക്ടറേറ്റുകൾക്ക് മുന്നിൽ ഇത്തരത്തിലൊരു ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങളുടെ മുന്നിൽ പറയുവാൻ ഹിന്ദു ഐക്യവേദിക്കുണ്ട്. പാവപ്പെട്ട ജനതയെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മണ്ഡലത്തിൽ ഈ 2 ഗ്രാമങ്ങൾ ദത്തെടുത്തുകൊണ്ട് SC-യുടെ 2 ഗ്രാമങ്ങൾ ദത്തെടുക്കാൻ 50 ലക്ഷം രൂപ കേരളത്തിലെ സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട്.
എന്തേ ഈ SC ഗ്രാമങ്ങളിൽ 50 ലക്ഷം രൂപ ചെലവഴിക്കുന്നത് ഞങ്ങൾ കാണുന്നില്ല? ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ, ഒരു മണ്ഡലത്തിൽ, ഒരു സങ്കേതം നിങ്ങൾ 50 ലക്ഷം രൂപ നീക്കി വെച്ചിട്ട് ചെലവഴിച്ചത് നിങ്ങൾക്ക് അറിയാൻ തയ്യാറാണോ? നിങ്ങൾ മേഖലയിൽ നടന്നൊരു പീഡനവുമായി ബന്ധപ്പെട്ട് അപ്പോ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരായ ഒരു ജനവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ അതിന് അർഹരായിട്ടുള്ള ആളുകളോടുകൂടിയാണ് എത്തിച്ചേർന്നത്. സംഘടനകളുടെ മാതാവായ SNDP യോഗത്തിന്റെ പ്രതിനിധി എന്ന രീതിയിൽ ഈ ഒരു യോഗത്തിൽ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ഷണിച്ച ഒരു സംഘം മക്കളുടെ പേരില് ജാതി വാലുകൾ വെക്കുന്ന ഒരു രീതിയിലേക്ക് ഹൈന്ദവ സമാജം മാറുമ്പോൾ അധസ്ഥിതനെന്നും അധസ്ഥിതനായി അടിച്ചമർത്തപ്പെട്ടവനെന്നും അടിച്ചമർത്തപ്പെട്ടവനായി അവനെ മതം മാറ്റുന്ന ലോബിക്ക് മുമ്പിൽ അവൻ അടിയറവ് പറയേണ്ട ഗതികേടുണ്ടായത് എന്തുകൊണ്ടാണ്? ഗതികേടുണ്ടായത് ഈ ഹൈന്ദവ സമാജം അവനെ സമുദരിക്കാൻ വേണ്ടി തയ്യാറാകാത്തത് കൊണ്ടാണ്, കൈപിടിച്ചുയർത്താൻ തയ്യാറാകാത്തതുകൊണ്ടാണ്. ആ രീതിയിലേക്കുള്ള ഒരു കണ്ണ് തുറന്നുകൊണ്ട് ഈ അടിച്ചമർത്തപ്പെട്ട SC/ST വിഭാഗങ്ങളുടെ കോളനികളിലും അവരുടെ വാസസ്ഥാനങ്ങളിലും അവരുടെ അവകാശ പോരാട്ടങ്ങളിലും നമ്മൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ കൈപിടിച്ചുയർത്തേണ്ടത് അനിവാര്യതയാണ്. പേരാമ്പ്രയിൽ കുറച്ചു മുമ്പ് നമുക്കറിയാം, ഒരു SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പൊതുസമൂഹത്തിലെ കുട്ടികൾ പഠിക്കുന്നില്ല എന്ന ആ സംഭവം ഇവിടെ ഇരിക്കുന്ന സതീഷ് പാറന്നൂർ ഉൾപ്പെടെയുള്ള പ്രവർത്തകര് ആ വിഷയത്തിൽ ഏറ്റെടുത്തതാണ്. അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ നമുക്കറിയാം. കേരളത്തിലെ മണ്ഡലം സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തി മഹാഗുരുവിന്റെ പിൻഗാമികളായ ആളുകളെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിരവധി സമരങ്ങൾ നടത്തി, വഴി നടക്കാൻ വേണ്ടി സമരം നടത്തി, അമ്പലത്തിൽ കയറാൻ വേണ്ടിയല്ല. പക്ഷെ ഇന്ന് പോലും അമ്പലത്തിൽ കയറാനും അമ്പലത്തിൽ പൂജിക്കാനും വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ പോലും SC/ST OBC വിഭാഗങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, പലരും പറയും, സംവരണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പറയും, 1% ബ്രാഹ്മണന്റെ അവന്റെ പിന്നോക്കാവസ്ഥയെ കുറിച്ച്, സാമ്പത്തിക പരാധീനതയെ കുറിച്ച് വാചാലരാകുന്ന ആളുകളെ ജനസംഖ്യയിൽ 30% OBC വിഭാഗത്തെയും 13-14% പട്ടികജാതി വിഭാഗത്തിന്റെയും അവശതയെ കുറിച്ച് എന്തുകൊണ്ടാണ് അജ്ഞത പാലിക്കുന്നത്? 1% മാത്രമുള്ള സവർണ സമൂഹത്തിലെ പട്ടിണിയാണെങ്കിൽ അതിലേറെ ജനസംഖ്യയിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരന് സംവരണം ഉണ്ടായിട്ട് പോലും അവൻ മതം മാറ്റ ലോബിയുടെ കയ്യിൽ പോവുകയാണ്. ലവ് ജിഹാദിനെ കുറിച്ച് വാചാലരാകും നമ്മള്. ലവ് ജിഹാദിന് അടിമപ്പെടുന്നവര് നമ്മുടെ പെൺകുട്ടികൾ മാത്രമല്ല, ലവ് ജിഹാദിൽ ആൺകുട്ടികൾ അടിമപ്പെടുന്നുണ്ട്. ആൺകുട്ടികളെ മതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ലോബി ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹൈന്ദവ സംഘടനകൾ നമ്മളെ മതന്യൂനപക്ഷങ്ങളുടെ അവരനർഹമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നു എന്ന് പറയുന്നത്? നമ്മൾ ഇത്തരത്തിൽ ധർണകളും സമരങ്ങളും നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലെ, വ്യാവസായിക മേഖലയിലെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൈപിടിച്ചുയർത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ ചേവായൂർ സിജി ക്യാമ്പസ് പോലുള്ളൊരു ക്യാമ്പസ് നമ്മൾ ഉണ്ടാക്കുന്നില്ല? നമ്മൾ ഹൈന്ദവ സംഘടനയിൽ കൂട്ടായി അതിന് ഹിന്ദു ഐക്യവേദി നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ അവരെ പിന്തള്ളപ്പെടാതിരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസം കൊടുത്താൽ വിദ്യാഭ്യാസം കൊണ്ട് രാജ്യാധികാരം വരെ വരുമെന്ന് മഹാഗുരു പറഞ്ഞിട്ടുണ്ട്. ആ രാജ്യാധികാരത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ഇവിടെ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. പട്ടികജാതിക്കാരന്, പട്ടികവർഗക്കാരന് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്? മലാരയ സഭ തിരുവിതാംകൂറിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, കോളേജ് സ്ഥാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലബാറിൽ SC/ST വിഭാഗത്തിന് കാസർഗോഡും കോഴിക്കോടും മാത്രമേ ഒരു സ്ഥാപനമുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. എന്തുകൊണ്ടാണ് അടിച്ചമർത്തപ്പെട്ട അടിസ്ഥാന ജനവിഭാഗത്തിന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാത്തത്? അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി നമ്മൾ തയ്യാറായാൽ മാത്രമേ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അവർ അനർഹമായ അവകാശങ്ങൾ നേടിയെടുക്കുകയാണെന്ന് ഹിന്ദു സംഘടനാ പ്രവർത്തകർ ചിന്തിക്കാൻ പാടുണ്ടോ? അനർഹമായ അവകാശങ്ങൾ പോയിട്ട് അർഹമായ അവകാശങ്ങൾ പോലും ആർക്ക് കിട്ടിയിട്ടില്ല. സമൂഹത്തിൽ പിന്തള്ളപ്പെട്ട പീഡിതരായിട്ടുള്ള സമുദായ അംഗങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക്, എന്നാൽ അതിനേക്കാൾ അപ്പുറം സമുദായങ്ങൾ നമ്മൾ ഉള്ളതായിട്ട് നമുക്കറിയാം. ഈ പിന്നോക്ക സമുദായങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട സംവരണം ഉൾപ്പെടുത്തണമെന്നും അതിൽ ശുപാർശ ചെയ്തിരുന്നു. OBC വിഭാഗത്തിന് 27%, അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിന് 15%, പട്ടികവർഗത്തിന് 7.5% സംവരണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു അത്. പട്ടികജാതി പട്ടികവർഗ, അതോടൊപ്പം തന്നെ ഈ മത്സ്യബന്ധന മേഖലയിലുമായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിൽ
വൻ കുതിച്ചുകയറ്റം നടത്തിയിട്ടും നമുക്ക് അതിനായിട്ടുള്ള ഒരു പരിഗണന സർക്കാരിന്റെ ഭാഗത്ത് കിട്ടുന്നില്ല. പറയുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഉന്നതരായ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും മറ്റു ആളുകളും ഇത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഹിന്ദു ഐക്യവേദി ഇത്തരം ഓരോ കാര്യങ്ങൾ സംഘടിപ്പിച്ച് ഈ കളക്ടറേറ്റിന്റെ മുന്നിലും പല വഴിയോരങ്ങളിലൊക്കെ ഇത്തരം ധർണ സമരങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കുറേ നമ്പറുകൾ ഫോൺ ചെയ്ത് വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടി പറയുന്ന പരിപാടിക്ക് മാത്രമേ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ.